ആശാവർക്കർമാർക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ഘടിപ്പിച്ച അംഗനവാടി ജീവനക്കാരും. മിനിമം കൂലി 21,000 ആക്കണം, കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യം വിതരണം ചെയ്യണം, വിരമിക്കൽ ആനുകൂല്യം വേണം എന്നതടക്കമുള്ള ആവശ്യമുന്നയിച്ചാണ് സമരം. പൊടിപ്പാല് കൊടുക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. അവരെപ്പോഴും അസുഖമുള്ള ഒരു കുട്ടിയാണ് പൊടിപ്പാൽ കൊടുക്കുന്ന കുട്ടി. അത് സമൂഹത്തിനൊരു ഭാരമാണ്. ആ സമയത്ത് നിങ്ങൾ പോയി ആ ഗ്യാപ്പ് നികത്തി അമ്മമാരോട് പറയും മുലപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. പൊടിപ്പാല് പശുവിൻ്റെ പാല് പശുവിനുള്ളതാണ്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അമ്മയുടെ പാലാണ്. അങ്ങനെ നിർബന്ധമായിട്ട് മുലപ്പാൽ കൊടുത്ത് കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് അസുഖങ്ങൾ കുറവാണ്. അത് രാജ്യത്തിനൊരു സപ്പോർട്ടീവായിട്ട്, സൊസൈറ്റിക്ക് ഒരു സപ്പോർട്ടീവായിട്ട് തരും. ഹെൽത്തി ചിൽഡ്രൻ ആണ് ഉണ്ടാകുന്നത്. അവരുടെ ബന്ധം, കുട്ടികളുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. ഫാമിലി ബന്ധം വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ എല്ലാ തലത്തും നമ്മളെ സമൂഹത്തിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ, നല്ല ജനറേഷനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. നിങ്ങളെ മനസ്സിലാക്കാൻ ഇന്ന് ഗവൺമെൻറ്റിന് പറ്റുന്നില്ല. ഇന്നലെ വീണ ജോർജ് പറഞ്ഞു നിങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് എഴുന്നള്ളിച്ചു നിങ്ങളെല്ലാം തമ്പുരാട്ടിയെ കാണാൻ. അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തമ്പുരാട്ടി പറഞ്ഞ് പറ്റത്തില്ല, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം. അതല്ല അവർ ചെയ്യേണ്ടത്. അവരൊരു രാഷ്ട്രീയക്കാരിയാണ്, സമൂഹത്തെ സ്നേഹിക്കുന്നത്, ആളുകളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇടയിൽ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അവർ പറയണം ശരി, ഞങ്ങൾക്കിപ്പം നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാം, ഒരു ചെറിയ തുക നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് രാഷ്ട്രീയം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർക്ക് യാതൊരു വികാരവും ഇല്ലാതാണ് ഇന്നലെ പെരുമാറിയത്. വളരെ മോശമായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ. NRHMനെ വിളിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം പറയിച്ചു. അതേ കാര്യം തന്നെ പിന്നെയും പറയിക്കാൻ നിങ്ങളെ എന്തിനാണ് എഴുന്നള്ളിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വിചാരം എന്തോ നല്ല ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഓടി ഞാൻ അടുക്കളയിൽ നിന്ന് വന്നപ്പം കാണുന്നത് ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. ഭയങ്കര സങ്കടം തോന്നി. എന്ന് വെച്ചാൽ എത്ര ദിവസം, 39 ദിവസം ഇടിയും മഴയത്തും മിന്നറിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് പേടിയാണ്. ഞാൻ ഓർക്കാറ് നിങ്ങൾ തുറസായ സ്ഥലത്ത് നിങ്ങളെല്ലാവരും കൂടിയിരിക്കുകയാണ്, ഇടിമിന്നൽ അല്ലേ, അത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ സമരത്തിനിരിക്കുകയാണ്. ആ സമരത്തിനിരിക്കുന്നത് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്ത മാതൃഹൃദയം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീക്ക്. സ്ത്രീകൾക്ക് എപ്പോഴും ദയയാണ്. സ്ത്രീകളെ എപ്പോഴും ചിത്രീകരിക്കുന്നത് ദയയുള്ള ഒരു കാര്യമായിട്ടാണ്. അതുപോലും അവരുടെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇത് നടക്കണം. ഇപ്പം നിങ്ങൾ തീരുമാനിച്ച നിരാഹാരം വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂട്ടായ്മയായിട്ട് 3 പേര് നിങ്ങൾക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് അടുത്ത ഗ്യാങ് വരിക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് കൊള്ളാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആൻസർ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഇത്. അല്ലാതെ നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ, നമ്മളെ ഉമ്മൻചാണ്ടിയുടെ മോൻ പറഞ്ഞ പോലെ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. തീർച്ചയായിട്ടും ഇത് നടക്കും. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ, UAE, അമേരിക്ക, ബ്രിട്ടൻ, എല്ലായിടത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതിന് വളരെ തെറ്റാണ്. ഇതിനൊരു അവസാനം വരും. നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളെല്ലാവരും പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഇത് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകണമെന്നുള്ളത്.